ഹായ് ഫ്രണ്ട്സ്, വാളപ്പൂവും പുട്ട് അല്ലെങ്കിൽ റവ അട അത് ചെയ്യാൻ റവ, നെയ്യ്, ഏത്തപ്പഴം, കശുവണ്ടി ഉണ്ടെങ്കിൽ കശുവണ്ടി ഇടാം, ഇല്ലെങ്കിൽ കപ്പലണ്ടി പൊടിച്ചിട്ട് ഇടാം. അതൊക്കെ റവ നെയ്യിലിട്ട് വറുത്തെടുക്കണം. നല്ലോണം വറുത്തെടുത്തിട്ട് തീഞ്ചി പോരുത്, ചെറുതായിട്ട് വറുത്തെടുത്തിട്ട് ശർക്കര പാവ് കുറുക്കിയിട്ടിട്ട് ഏത്തപ്പഴം മുറിച്ച് അതിലിടാം. റവയിലോട്ട് ഇട്ടിട്ട് നല്ലോണം മസിച്ചെടുക്കാം. മസിച്ചിട്ട് തേങ്ങ ഇടാം. തേങ്ങ ഇട്ടിട്ട് നല്ലോണം കുഴക്കണം. കുഴച്ചെടുത്ത് കളഞ്ഞിട്ട് ശർക്കര കുറുക്കണം. കുറുക്കിയിട്ടിട്ട് അതിൽ ഒഴിക്കണം. കുറുക്കിയത് ഒഴിച്ചിട്ട് നല്ലോണം മിക്സിങ് ചെയ്യണം. മിക്സിങ് ചെയ്ത് കളഞ്ഞിട്ട് ഇതിന് ഏലക്കാപ്പൊടി ഇടണം. ഏലക്കാപ്പൊടി ഇട്ടിട്ട് പിന്നെയും നല്ലോണം മിക്സിങ് ചെയ്യണം. മിക്സിങ് ചെയ്തിട്ട് നല്ലോണം മിക്സിങ് ചെയ്തത് കണ്ട ഇതുപോലെ തന്നെ മിക്സിങ് ചെയ്തിട്ട് ഇലയിൽ വെച്ച് പരത്തിയെടുക്കാം. ഇഡ്ഡലി പാത്രം വെച്ചിട്ട് ചൂടാക്കാം. ചൂടാക്കിയിട്ട് അതിൽ ഇങ്ങനെ വച്ചിട്ട് പരത്തിയെടുക്കാം. പരത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് അടച്ച് വയ്ക്കാം. അടച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ തീരും. 10-15 മിനിറ്റ് തീരും. അപ്പോൾ അത് തീർന്ന് കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് കളിച്ച് നോക്കിയിട്ട് പറയണം. നിങ്ങൾ ചെയ്ത് നോക്കും. ഇപ്പോൾ ഇതാണ് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബൈ. ഇതിന്റെ പേരെന്താന്ന് കമന്റിൽ പറയട്ടെ.